രാഷ്ട്രീയക്കാരോ പ്ലാനിന്റെ കാര്യമോ ഒന്നുമല്ല. എനിക്ക് സംസാരിക്കാനുള്ളത് നന്ദുന്റെ കാര്യങ്ങളാ. നന്ദന്റെ കാര്യങ്ങൾ അവനോട് സംസാരിച്ചാ മതി. അച്ഛാ, നന്ദുന്റെ സ്വഭാവത്തിലെ ചില പ്രശ്നങ്ങൾ സംസാരിക്കാനാ. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? എല്ലാ കാര്യങ്ങൾക്കും സ്വയം തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള ആളല്ലേ. ഭർത്താവിന്റെ പ്രശ്നങ്ങളും അങ്ങനെ അങ്ങ് തീർത്താ മതി. രാമപുരത്ത് മത്സരിക്കാൻ എന്റെ മരുമകളുടെ പേര് വന്നപ്പോ ഞാൻ സന്തോഷത്തോടെ അംഗീകരിച്ചത് കുടുംബത്തോടെ MLA കിട്ടാനല്ല, പാർട്ടിക്ക് ഒരു നല്ല നേതാവിനെ കിട്ടാനാണ്. നാടിനൊരു മികച്ച MLA കിട്ടുമെന്ന് പ്രതീക്ഷിച്ച. പിന്നീടല്ലേ മനസ്സിലാവുന്നേ പാർട്ടിയെ നാടിനെ നന്നാക്കാനല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്ന്. നന്നാക്കിയത് അഴിമതിക്കാരെയാ. ഒന്ന് മതിയാക്കച്ച. എന്താ? ഞാൻ ഒരു അഴിമതിക്കാർക്കും കൂട്ടു നിന്നിട്ടില്ല, സ്വയം അഴിമതി ചിന്തിച്ചിട്ടുമില്ല. പിന്നെന്തിനാ ആ പ്ലാനിന് പെർമിഷൻ കൊടുത്തത്? പറ, എന്തിനു വേണ്ടിയാ MLA ഒപ്പിട്ട് കൊടുത്തത്? എന്തുപറ്റി? ഉത്തരം മുട്ടിപ്പോയോ? ആ പ്ലാന്റെ വിളപ്പിനും കൂടെ എന്ത് പുരോഗതി ഉണ്ടാക്കുന്ന MLA കരുതിയിരിക്കുന്നത്? ഞാനൊന്ന് കേൾക്കട്ടെ. ഞാൻ പണം വാങ്ങി ശുപാർശ ചെയ്തതാണോ അച്ഛൻ കരുതുന്നത്? പണം വാങ്ങിയാലേ അഴിമതിക്കാരാവുന്നൊന്നുമില്ല. വഴിവിട്ടൊരാളെ സഹായിക്കുന്നതും അഴിമതി തന്നെയാ. ഒഴിഞ്ഞുമാറാൻ MLAക്ക് ഒരുപാട് ന്യായങ്ങൾ കാണും. പാർട്ടി അംഗീകരിച്ചതാണ്, മന്ത്രി ശുപാർശ ചെയ്തു, ബന്ധപ്പെട്ട വകുപ്പുകൾ കൺസെന്റ് കൊടുത്തു. പക്ഷേ ധാർമ്മികത എന്നൊന്നുണ്ടോ? അതിന്റെ മുന്നിൽ ജനപ്രതിനിധിക്ക് ഒരു ന്യായീകരണവും വിലപ്പോവില്ല. സ്വന്തം മനസാക്ഷിക്ക് ഉത്തരം കൊടുക്കാൻ ഇനി MLAക്ക് പറ്റില്ല. അധികാരത്തിലെത്തിയ പലരും പല വാഗ്ദാനങ്ങളും ചെയ്യും, ചെയ്യാൻ പറ്റാത്തതിനെ പ്രോത്സാഹിപ്പിക്കും. അതിലൊന്നും പെട്ടുപോകാതിരിക്കണമെങ്കിൽ തെരഞ്ഞെടുത്ത നാട്ടുകാരോടും നാടിനോടും കൂറുണ്ടാവണം. എന്താ ഇവിടെ? എന്താ സിദ്ധു? എന്താണെന്ന് മരുമോളോട് ചോദിക്കും. തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ഇവളല്ലേ? എന്താ മോളെ? അമ്മേ, MLA സ്ഥാനം ഞാൻ രാജിവെക്കാൻ പോവാ. എന്തു പറ്റി? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അടുത്തു. അതുകൊണ്ട് തന്നെ അമ്മ, മറ്റാരെന്നെ വെറുക്കുന്നതും ഒരു പരിധി വരെ എനിക്ക് സഹിക്കാൻ പറ്റും. പക്ഷെ അച്ഛൻ എന്നെ തള്ളിക്കളഞ്ഞ പിന്നെന്താ കാര്യം? എന്തൊക്കെയോ വലിയ കുഴപ്പങ്ങളുടെ തുടക്കമായിട്ടാ ഈ സംഭവങ്ങൾ എനിക്ക് തോന്നുന്നേ. എന്താ ഈ പറയുന്നേ? ഒട്ടും പ്രതീക്ഷിക്കാത്ത പലതും എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാ.